അപ്പോൾ ഇന്ന് കിട്ടിയ 2 കൊറിയർ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ആ ഒരു വീഡിയോ ഉണ്ടോ ഈ കാണിക്കണത്. അപ്പോൾ ഇന്ന് മീഷോന്ന് കിട്ടിയ പ്രൊഡക്റ്റാണ് ഇത്. 2 മീഷോൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്താൽ തീരെ കാണില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഇതിലൊന്നും ഉണ്ടാവില്ലേക്കൊന്ന്, പക്ഷേ പിന്നെയാണ് ഇത് തുറന്ന് നോക്കിയപ്പോൾ മനസ്സിലായത് ഇതിൻ്റെ ഉള്ളിൽ സാധനമുണ്ട്. അപ്പോൾ നോക്കിയപ്പോഴാണ് ഇത് മനസ്സിലായത് സാധനം ഉണ്ടെങ്കിലും നമുക്ക് സാധനം കാണൂല. ക്വാണ്ടിറ്റീസ് ഫില്ലിങ്നെസ് ആണല്ലോ, ക്വാണ്ടിറ്റി നോ ഫില്ലിങ്. ക്വാളിറ്റി പിന്നെ പറയാനുണ്ട്, പക്ഷേ ക്വാണ്ടിറ്റി ഇല്ലേ, ക്വാളിറ്റി ഉണ്ട്, പക്ഷേ ക്വാണ്ടിറ്റീസ് എന്താ പറയല്, നോട്ട് കംപ്ലീറ്റ് അല്ല. എന്തായാലും നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നിൽ ബ്ലാക്ക് ആൻഡ് റെഡാണ്, മറ്റേലും ബ്ലാക്ക് ആൻഡ് റെഡാണ്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് റെഡ് കളർ മാച്ചിങ് ഇല്ലല്ലോ ഗൈസ്. അപ്പോൾ ഇത് മാസ്ക് ഉണ്ടോ, ഫേസ് മാസ്ക് ആട്ടോ. ഫേസ് മാസ്ക് നമ്മൾ ഒരു കാലത്ത് കൊറോണൻ്റെ സമയത്ത് മാസ്ക് നല്ല കമ്പൽസറി ആയിരുന്നല്ലോ അല്ലേ. നമ്മൾ മാസ്ക് ഇട്ട് പുറത്തിറങ്ങണം, വൈറസ് വന്ന ശേഷം ആർക്കും പകരരുത്, അങ്ങനെയൊക്കെ കുറേ എന്താ പറയല് റൂളുകൾസ് ഉണ്ടായിരുന്നല്ലോ, ഒരുപാട് റൂളുകൾ ഉണ്ടായിരുന്നല്ലോ. അന്ന് ഇവിടെ നിർബന്ധമാക്കിയ മാസ്ക് ഇന്ന് തന്നെ ചിലവരുടെ മുഖത്തൊക്കെ ഇന്നും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എന്താ ഈ രോഗങ്ങൾ ചിലവർക്ക് തന്നെ അവനാൻ്റെ കാര്യങ്ങളിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. അപ്പോൾ കുറേ ആൾക്കാരൊന്നും ഇപ്പോൾ ഒഴിവാക്കിയിട്ടില്ല. അന്ന് മാസ്ക് വന്നതുകൊണ്ട് നല്ല കാര്യം. കാരണം രോഗങ്ങൾക്കുള്ളൊരു മുൻകരുതൽ ഇപ്പോഴും ചിലവരൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അന്നത്തെ മാസ്ക്, അന്ന് മുഖത്തണിഞ്ഞ മാസ്ക് ഇന്നും മുഖത്തുനിന്ന് ഊരാതെ നടക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. അതായത് വർക്കിംഗ് വുമൺസ് അവരൊക്കെ കേട്ടോ. ഞാനും പിന്നെ പൊതുവേ മാസ്ക് യൂസ് ചെയ്യുന്ന ആളാട്ടോ. എനിക്ക് അലർജീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കാറ്റ് പൊടിയൊക്കെ കൊണ്ടാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാസ്ക് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കൊറോണ സമയത്ത് തന്നെ കേട്ടോ ഞാൻ ഈ മാസ്ക് ഒഴിവാക്കാതിരുന്നത് മുഖത്തുനിന്ന്. പിന്നെ അടുത്ത വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ചെരുപ്പാടാണ്. ഈ ചെരുപ്പ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അത് കണ്ടിഷ്ടപ്പെട്ട് വാങ്ങിയതാണ്, പിക്ചർ കണ്ടിഷ്ടപ്പെട്ട്. അപ്പോൾ പിക്ചറിൽ 4 തരം കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഈ ലാവൻഡർ ഷേപ്പ് കളറാട്ടോ ഓർഡർ ആക്കിയത്. അപ്പോൾ ഇത് 8 സൈസിലാണ് ഞാൻ ഓർഡർ ആക്കിയത്. 8ആണ് എൻ്റെ ഇഞ്ച് കേട്ടോ. എൻ്റെ 14 ഇഞ്ച് 8ആണ്. അതുകൊണ്ട് സെയിം കറക്റ്റ് അളവിലാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇട്ട് നോക്കിയപ്പോൾ സെയിം എൻ്റെ കാലിൻ്റെ ഇഞ്ച് തന്നെ കേട്ടോ. ഞാനിത് ഇട്ട് നോക്കിയപ്പോൾ നല്ല പുതിയതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. മൂക്കിലോട്ട് അടിച്ച് വീശി നമ്മൾ പുതിയത് ഷോപ്പിൽ പോയിട്ട് എടുത്താൽ എങ്ങനെയൊക്കെ സ്മെല്ല്, അത് ആ ഷോപ്പിൽ തന്നെ ഇവിടെ നിൽക്കില്ല, അതേ അവസ്ഥ കേട്ടോ. റൂമിലൊക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ചെരുപ്പ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ചെരുപ്പ്, ഇടാനും നല്ല സുഖമുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഇട്ടതിൻ്റെ ഒരു ലാസ്റ്റ് ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ 2 പേഴ്സ് ചെരുപ്പ്. അപ്പോൾ ഇത് ഇട്ടതിൻ്റെ ഒരു ചെറിയൊരു കട്ട് വീഡിയോ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോൻ്റെ ലാസ്റ്റ്. പിന്നെ ഞാൻ ഇതിൻ്റെ തന്നെ ഇമേജസും ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ വെറും പിക്ചർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് നമുക്ക് കിട്ടുക. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഫോട്ടോസും കൊടുക്കണം. അപ്പോൾ ഇതുണ്ട് ഗൈസ്, ഞാൻ വാങ്ങിയ ചെരുപ്പ്. ഈ കളർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ആ ചെരുപ്പ് വാങ്ങിയത്. പക്ഷെ ഡയറക്റ്റ് കൈ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു പിക്ചറിൻ്റെ അത്ര രസമില്ല എന്ന്. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കേട്ടോ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണില്ലേ, ഞാൻ പറയാത്തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ല അത്. പിന്നെ അതാ ഇതിൽ 3 കളേഴ്സ് ബാലൻസ്ഡ് സ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് പച്ച കേട്ടോ. ഈ പച്ചൻ്റെ സ്റ്റൈലൊക്കെ നോക്കി നിങ്ങൾ, പച്ചക്ക് നല്ല രസമുണ്ടാവും കേട്ടോ. പക്ഷെ ഇത് കൈ കിട്ടുമ്പോൾ കാലിനോട് വലിയ മാച്ചിങ്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണത്. പിന്നെ പച്ചയും എല്ലാം ഞാൻ പറഞ്ഞ 8 ഇഞ്ച് സൈസസ് വരെ അവൈലബിൾ ആണ് കേട്ടോ. അടുത്ത പ്രൊഡക്റ്റാണ് നമ്മളെ ബ്രൗൺ ടൈപ്പിൽ വന്നിട്ടുള്ളത്. ബ്രൗൺ ടൈപ്പൊക്കെ നല്ല രസമുണ്ടാവും. പിന്നെ അതുപോലെ ബ്ലാക്കിലും ഈ 4 കളേഴ്സിലാണ് ഈ സ്റ്റോക്ക് അവൈലബിൾ കേട്ടോ. അതിൽ ഈ ബ്രൗണിൻ്റെ ഒരൊറ്റ പിക്ചറേ ഉള്ളൂ കേട്ടോ അതിൽ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ബ്രൗണിൻ്റെ ഒറ്റ പിക്ചറാക്കിയിട്ട് ഇട്ടത്. അപ്പോൾ ഇതാ ബ്ലാക്കൊക്കെ കണ്ടാണെങ്കിൽ, ബ്ലാക്ക് പിന്നെ ഞാൻ എന്തെടുക്കാന്ന് വെച്ചിട്ടല്ല എല്ലാവരുടെ അടുത്ത് കാണുന്നതല്ലേ ഈ ബ്ലാക്ക്. അതുകൊണ്ടിട്ടൊരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ ആ കളർ എടുത്തത്. പിന്നെ ഇതാണ് നമ്മൾ മാസ്ക്. അതിൽ ഒരു ബ്ലാക്ക് ഒരു ചുവപ്പ് അങ്ങനെയാണ് 2 പാക്കറ്റായിട്ട് വന്നിട്ടുള്ളത്.